Andy Caprandi. The K. Whiskey. Hey all, welcome back. This is Suresh Murali again. And Germany നമുക്ക് നാട്ടിലോട്ട് പോകുമ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ this is one of the shop. This is called Stock. And my friend Nod is heading back to India for 1 month of vacation. So he's already inside. So let's see how he is shopping. എന്തായി വാങ്ങാൻ പറ്റ 10,000 രൂപ കഷ്ടപ്പാട് സാരില്ല എല്ലാം പെറുക്കിയിടൂ പെറുക്കി അപ്പൊ തിരിച്ചു പോയി ചെറിയ പണി പാളി ചേട്ടൻ ബാഗ് എടുത്തപ്പോ ചെറുതായി പോയി ഇത്രയും ഇത്രയും ചോക്ലേറ്റ്സ് ഉണ്ട് എത്രയായി ടോട്ടൽ 100 euro. Around 100 euro. Around 10,000. Yeah. Yeah. So here we are in എവിടെയാ? In Alexanderplatz. Yeah, in Alexanderplatz. അപ്പോൾ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വന്നതാണ്. And we went to home and നമ്മുടെ ചോക്ലേറ്റ്സ് ഒക്കെ അവിടെ വെച്ചു. പിന്നെ നേരെ അലക്സാണ്ടർപ്ലാറ്റ്സിലോട്ട് വന്നു. പിന്നെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ കണ്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോയി നോയുടെ പെട്ടി വെക്കണം. So yes. So let's go. This is Christmas market in Alexanderplatz, Berlin. ഇതാണ് ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് അലക്സാണ്ടർപ്ലാറ്റ്സിലെ ഓരോ ഭാഗങ്ങള്. Yeah, starting from there. Yeah, it's starting from and here. This is the entrance. It's coming here. പിള്ളേർക്കുള്ള അല്ലേ? അതെ പിള്ളേർക്കുള്ള കുറച്ച് റൈഡുകള്. പിള്ളേർ കളി നടക്കും. കാണുന്നത് ഇവിടുത്തെ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡാണ്. ഇന്ത്യൻ സ്റ്റോറാണോ? ഇന്ത്യൻ സ്റ്റോറാണ്. എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ. ഇന്ത്യൻ സ്റ്റോറാണ്. ചിക്കൻ കറി, ചിക്കൻ കോർമേല്, സമൂസ ചോള്, ഓൾ ഇന്ത്യൻ ഐറ്റംസ്. അതെ. ട്രാം വന്ന്. അതെ നടുക്കില്ല ഇവിടെ ഇങ്ങനെ ഒരു ട്രാം വരുന്നുണ്ട്. ഐസ് സ്കേറ്റ് ഉണ്ട്. ഐസ് സ്കേറ്റ് ഐസ് സ്കേറ്റ് അല്ല, റോളർ സ്കേറ്റ്. അതെനിക്ക് ഇഷ്ടായി. കപ്പലണ്ടിയാണോ? ആൻറ്റി കപ്പലണ്ടി. കപ്പലണ്ടി പോതിന്റെ ഉള്ളില് ഇത് നമ്മുടെ സുരേഷ് ചെറിയ പിള്ളേരുടെ റൈഡ് നോക്കിന്ന് വെള്ളറക്കി നിൽക്കണോ? പാവം. ഗൃഹാതുരത്വം. അത് കലക്കി. സോ ബാക്ക് ഹോം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ലേറ്റായി എത്തിയപ്പോൾ അലക്സാണ്ടർപ്ലാറ്റ്സ് പോയി ജസ്റ്റ് ഒന്ന് ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടു. പിന്നെ അതേ നോയിഡ് പാക്കിങ്ങിലാണ്. നെക്സ്റ്റ് വീക്കായിട്ട് നോയിഡ് പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ്. ഇറ്റ് ഇതൊക്കെയാണ് വിസ്കി.
ഇത് ടക്കമക ടക്കമക്ക റമ്മാണ്. റമ്മാണ്. 69% ഓഫ് ആൽക്കഹോൾ. അതെ. Yep, you can see it. 69% of alcohol. ഒരു സൗത്ത് ആഫ്രിക്കൻ റമ്മാണ്. ഓക്കെ. പിന്നെ ഇത് ഒരു ഐറിഷ് വിസ്കിയാണ്, ജെയിംസന്റെ ഡബിൾ ബ്ലാക്ക് ബാരൽ. ഓക്കെ. അതുപോലെ ഇതൊരു സ്കോട്ട്ലാൻഡ് വിസ്കിയാണ്, സ്കോട്ടിഷ് വിസ്കി, ജോണി വാക്കറിന്റെ ഡബിൾ ബ്ലാക്ക്. പിന്നെ ടക്കമക. നൈസ്. എത്രയായി ടോട്ടൽ ബോട്ടിൽസിന് മാത്രം? ബോട്ടിൽസിന് മാത്രം ഇപ്പൊ 4 അറിയില്ല, സാധാരണ 2 ലിറ്റർ കൊണ്ടുപോകാൻ പാടുള്ളൂ പറഞ്ഞിട്ടാണ്. ഓക്കെ. പക്ഷെ ഫ്രണ്ട്സ് ഒക്കെ ഏകദേശം 4 ലിറ്റർ 5 ലിറ്റർ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി കുറച്ച് ഇങ്ങോട്ട് അവിടെ റൂം ഒതുക്കിയിട്ടേ ഓരോ ബോട്ടിൽസ് അങ്ങോട്ട് അടുക്കി വെക്കുക. നമ്മള് ബബിൾ റാപ്പ് ചെയ്തിട്ടാണ് വെക്കുക. ജസ്റ്റ് ഷൂട്ട് ആകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഒരു ബോക്സ് മൊത്തം ചോക്ലേറ്റ്സ് ആൻഡ് ബോട്ടിൽസ് അല്ലേ? പിന്നെ കുറച്ച് ക്ലോത്ത്സ് കൂടി വരുമ്പോൾ അതൊക്കെ സെറ്റാണ്. ആൻഡ് ഇതിപ്പോ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 200-250 euro സാധനങ്ങൾ. ചോക്ലേറ്റ്സ് മാത്രം ഏകദേശം 110 euros പ്ലസ് പിന്നെ വേറെ കോഫിലാൻഡിൽ നിന്ന് കുറച്ചൊക്കെ റാഫലോ അങ്ങനത്തെ കുറച്ചൊക്കെ സ്വീറ്റ്സ് വാങ്ങിയിരുന്നു. ഓക്കെ. അപ്പോൾ ഏകദേശം ചോക്ലേറ്റ്സ് മാത്രമായിട്ട് ഏകദേശം 120 euro ഓക്കെ, ഫൈൻ വന്നിട്ടുണ്ട്. പിന്നെ ഈ ആൽക്കഹോൾ 4 ബോട്ടിലിനായിട്ട് ഏകദേശം 100 euro. 100 പ്ലസ് ആയിട്ടുണ്ട്. 100 പ്ലസ് ആയിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതിലുണ്ട് ചോക്ലേറ്റ്സ് കുറച്ച്, അത് വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊക്കെ ഇവിടുത്തെ ലിഡിൽ, കൗഫ്ലാൻഡ് അങ്ങനത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതെന്താണ്? ഗസിന്റെ ഒരു ബാഗാണ്. ഒന്ന് കാണിക്കാവോ? ബാഗാണ് സിസ്റ്ററിന് വേണ്ടിയിട്ട്. കൊള്ളാം. ഓക്കെ. ഇത് പപ്പയ്ക്ക് ഒരു വാച്ച് വാങ്ങിയതാണ്. പപ്പയ്ക്കാണോ? ഫോസിലിന്റെ ഒരു ഓട്ടോമാറ്റിക്. How much it cost? I think actually the cost is, the MRP is around 240 euro. Okay. So how much did you buy it? I bought it on the Black Friday deal. Okay. So I think it was around 140 euro. 140 euro. 140. So it was worth going to. Yeah, it was. And for Amma? ഞാൻ കാണിച്ചുതരാം. മമ്മിക്കും ഒരു വാച്ച് തന്നെ വാങ്ങിയിരിക്കണേ. അതും ഫോസിൽ തന്നെ വാങ്ങി. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്തിട്ട് എല്ലാം പാക്ക് ചെയ്ത് പൈസക്ക് വാങ്ങിയതിന്റെ വില കാണിക്കുന്നുണ്ട്. അതെ. ഇത് മമ്മിക്ക് വാങ്ങിയതാണ്. സാധാരണ ഒരു വാച്ചാണ്. മമ്മിക്ക് ഇത് മതി എന്ന് പറഞ്ഞു. വളരെ തിന്നായിട്ടുള്ളൊരു വാച്ചാണ്. സാധാരണ നാട്ടിൽ കിട്ടുന്നത് തന്നെയാണ്. ഇത്രയും ഐറ്റംസ് ആണ് നാട്ടിലോട്ട് ജർമ്മനിയിൽ ഒരു സ്റ്റുഡന്റ് പോകുമ്പോ കൊണ്ടുപോകുന്നത്. നാളെ ജോലി ഒരു ഫ്ലൈറ്റ് തന്നെ വേണ്ടി വരുന്നത് തോന്നുന്നു. ഇത് എല്ലാവരും ഇത് ഈ സെയിം ഒരു ചെലവുണ്ടാവണമെന്നില്ല. അതെ അതെ. വെച്ചാൽ നമുക്ക് ഞാൻ ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ടാ പോണ നാട്ടിലേക്ക്. അപ്പോ പിന്നെ ഈ അടുത്ത് ചിലപ്പോ ഇനി പോക്കുണ്ടാവില്ല. എന്നുവെച്ചാൽ നമ്മള് ജോലി കാര്യങ്ങള് ഒക്കെ ആയിട്ട് വരുമ്പോ നമുക്ക് ചിലപ്പോ പെട്ടെന്നൊരു പോക്ക് പറ്റണമെന്നുണ്ടാവില്ല. അപ്പോ അത് ചെലവാക്കിയോണ്ട് എനിക്കത് ഇതായിട്ട് തോന്നിയില്ല. അതെ. അപ്പൊ ഈ ഫീൽ എന്താന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ 2 വർഷം കിട്ടുമ്പോ തിരിച്ചു പോകുമ്പോഴാണ് എനിക്കറിയുള്ളൂ ഈ ഫീൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആക്ച്വലി എനിക്ക് നാട്ടിൽ പോവാൻ തോന്നുന്നില്ല. കാരണം ഓൾമോസ്റ്റ് ഒരു 1.5 ലക്ഷം, ഐ മീൻ ഒരു 1500 euro. ഇങ്ങനെയാണ് നോർഡിൻ്റെ വിശേഷങ്ങളും ഞങ്ങളുടെ വിശേഷങ്ങളും. See you next video.